വിശാഖേ, ബൈ ശരിക്കും സ്ത്രീയൊക്കെ ഉള്ളതാണ്. പിന്നെ സ്ത്രീയും ഉണ്ട് പുരുഷനും ഉണ്ട്. അതല്ല, സ്ത്രീ എന്ന് പേരുള്ള പ്രേതം ഉണ്ടോന്ന്. ഉണ്ട്, പലരും കണ്ടിട്ടുമുണ്ട്. കണ്ട എങ്ങനെ ഇരിക്കും? അവൾ അങ്ങനെ ഇരിക്കാറില്ല. ഓ, വെരിക്കോസ് ആയിരിക്കും, ബിസി ആയിരിക്കും. അവളിങ്ങനെ പറന്ന് നടക്കും. ഇയാൾക്ക് എത്ര വയസ്സ് വരും? ഒരു 50-55 വരും. 50 വയസ്സുള്ള സ്ത്രീയാ? കേട്ട് കിളവി. പ്രായമൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ കാണാൻ സുന്ദരിയാണ്. ബൈ, എന്നാ അവളുടെ കഥ പറ. ഇനി കഥയും കേൾക്കണോ? കേൾക്കണോ? ഓ, പ്രിയ കൂട്ടരെ, അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. വാടാ പോവാ. പറഞ്ഞുതരാം. ഈ സ്ത്രീ എന്ന് വെച്ചാ ഒരു പാവം സ്ത്രീയായിരുന്നു. ഈ നാട്ടിലെ ആണുങ്ങളെല്ലാം കൂടെ അവളെ നാട് കടത്തി. പിന്നെ അവളെ ആരും ഇവിടെ കണ്ടിട്ടില്ല. അതല്ലേലും അങ്ങനെ നാട് കടത്തിയാ പിന്നെ ആർക്കും കാണാൻ പറ്റൂല. പലഹാരദാഹിയായ അവൾ ഈ നാട്ടിലെ ഓരോ ആണുങ്ങളെയും വേട്ടയാടി. ഇതിന് രക്ഷപ്പെടാൻ വഴി എന്തെങ്കിലും ഉണ്ട്. അവൾ നിങ്ങളെ വശീകരിച്ച് കൊണ്ടുപോകുന്നതിന് മുന്നേ 3 തവണ പിന്നിൽ നിന്ന് വിളിക്കും. 1-ാമത്തെ വട്ടം അവൾ വിളിക്കുമ്പോ ഓടണം, തിരിഞ്ഞു നോക്കരുത്. 2-ാമത്തെ വട്ടം അതീവ സ്നേഹത്തോടെ അവൾ വിളിക്കും. അപ്പൊ ഓടാം. തിരിഞ്ഞു നോക്കരുത്. 3-ാമത്തെ വട്ടം മുടുക്കേറ്റി വിളിക്കും. തിരിയേയില്ല. അപ്പൊ ഓടണം. എന്നാ പിന്നെ ആദ്യം ഓടിക്കൂടെ? ഡേയ്, പ്രേതമാണെന്ന് ഉറപ്പിച്ചിട്ട് ഓടിയേ പോരെ. വിളിക്കണ നല്ല വല്ല പെണ്ണും ആണെങ്കിലാ കിട്ടിയാ വിടുവോ? അപ്പൊ ഓക്കെ ബൈ. എനിക്ക് കിട്ടിയാ ഞാൻ വിടും. നീ വിടും. പുല്ലി സാധനം കാണാൻ പറ്റിയിരുന്നെങ്കിൽ ചത്താന്ത് സുഖിക്കാലോ. മഹേഷേ, സല്ല ഇത്ര പെട്ടെന്ന് വന്ന ഇന്ന് ഞാൻ നെരിക്കും. മഹേഷേ, അയ്യോ, എന്തൊരു ശബ്ദം! കയ്യോടങ്ങ് പിടിച്ച. എന്ത് ചേച്ചി? എടാ സുന്ദരാ, സ്ത്രീയല്ലേ? ആടാ ഞാൻ സ്ത്രീയാ. എന്താ സംശയം? പിന്നെ സ്ത്രീ പറക്കുന്നൊക്കെ അങ്ങേര് പറഞ്ഞു. പറക്കും. ഞാനും ഡ്രൈവറും കൂടെ വണ്ടിയിൽ എന്നും പറവയാ. ചേട്ടാ, ചേച്ചിനെ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ ഉദ്ദേശം ഇത് തന്നെയാ. വട കള്ള. ചേച്ചി അടുത്ത സ്റ്റോപ്പിലെങ്കിലും ഇറക്കി വിടൂ. അതിനടുത്ത സ്റ്റോപ്പ് എത്തുന്നില്ലല്ലോ. ഇനി റിവേഴ്സ്. ആ പോട്ടെ എന്റെ അമ്മ ഇപ്പൊ താഴെ പോയനെ.